കാരണം പല അമ്മമാർ ലഹരി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് മകേഷ് വിളിച്ച് പറയും, സാറേ അവിടെ ചികിത്സയ്ക്ക് ഭയങ്കര പൈസയാണ് സാറേ, എൻ്റെ മോനാണ് സാറേ, ഒന്ന് വീട്ടിലേക്ക് വരുമോ, പോലീസുകാർ വരുമല്ലോ സാറേ, പോലീസുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, മടുത്ത് സാറേ പോലീസുകാർ. ആയിട്ടുകൾ വന്ന് വീടൊന്ന് നോക്കുമ്പോൾ ഇവനെ പിടുത്തം കിട്ടൂല, അവൻ പോകും. പലപ്പോഴും ഓനെ കിടിച്ച് കഴിഞ്ഞപ്പോൾ സാധനം വീഴും. അങ്ങനെയൊക്കെയാണ് സാറേ, ആരും അയലക്കാരൊന്നും ഇടപെടുന്നില്ല. എൻ്റെ കൈ കണ്ടു, എൻ്റെ മോൻ ഇങ്ങനെ ഒടിച്ചതാണ്, ഈ കൈ എന്ന് നിങ്ങൾ എന്താ ഈ കൈ ശരിയാക്കിയില്ലേ, ഈ കൈ സാറേ ശരിയാക്കത്തിന് കാരണം ഇത് കണ്ടിട്ടെങ്കിൽ ഓൻ ഒന്ന് നേരാകുമല്ലോ വെച്ചിട്ട് നോക്കുമ്പോൾ സാറേ ഈ കൈ ഇങ്ങനെയുള്ള കൈ കാണിച്ചു കൊടുത്താൽ ഓന് ദേഷ്യമാണ് സാറേ, അപ്പോൾ ഈ കൈ ഓന് അടിച്ചൊടിച്ചാണ് സ്റ്റൂൾ കൊണ്ടത്. നോക്കണം, ഇങ്ങനെ ഒരുപാട് അമ്മമാരുടെ സങ്കടങ്ങളുണ്ട്. നാളെ എല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. മഞ്ചേരി മെഡിക്കൽ കോളേജ് കലാപതി എന്ന് പറയുന്ന വാർഡുണ്ട്. റൊസാഖ് ഡോക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോക്ടറാണ്. എനിക്ക് മകേഷിനും അറിയാം. അദ്ദേഹം ഇപ്പോൾ കുതിരവട്ടത്തേക്ക് മാറി വീണ്ടും വന്നു. 165 പേരെയാണ് ഞങ്ങൾ നേരിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഈ ഇടവണ്ണയിലും മഞ്ചേരിയിലും എവിടെയും പോലീസ് സ്റ്റേഷനൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ വേറിട്ടൊരു കാഴ്ചയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ പേഴ്സണൽ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ്. പല MDMA അതുപോലെ തന്നെ കഞ്ചാവ് കേസിലൊക്കെ വരുന്നവരെയൊക്കെ കുറച്ചും കൂടെ അടുത്ത് നിന്നിട്ട് പെരുമാറും. എന്നിട്ട് അവസാനം പോകുമ്പോൾ മുസ്തഫ സാറെ ഫോൺ വിളിച്ച് പറയും, സാറേ ഇങ്ങനെ വരുന്നുണ്ട്, റിമാൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട്, മനുഷ്യരുടെ കൊണ്ടുപോയിട്ടുണ്ട്, സാധനം ഇന്ന MDMA ആണ്, 5 ഗ്രാം 8 ഗ്രാം 10 ഗ്രാം എന്നൊക്കെ പറയും, കൊണ്ടുവരുന്നുണ്ട്, നോക്കണം, ഇന്ന സ്ഥലത്തെയാണ്, കുറച്ച് കെയറിങ് കൊടുക്കണം, ഇന്ന സ്ഥലത്തേക്കൊന്ന് കൊടുക്കണം, കൗൺസിലിംഗ് റസാഖ് ഡോക്ടർ വരുമ്പോൾ അവനെ ഒന്ന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം, മാതാപിതാക്കൾ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് റസാഖ് ഡോക്ടർക്ക് ഈ പറയുന്ന മുസ്തഫ സാറിന് ജയിൽ സൂപ്രണ്ട് എൻ്റെ മകേഷ് നമ്പർക്ക് അറിയാം. ആ പേരൻസൊക്കെ വരുമ്പോൾ ഞാൻ പറയും, ജാമ്യം എടുക്കാൻ പോകരുത്, ജാമ്യം എടുക്കരുത്, കിടക്കട്ടെ അവിടെ കുറച്ച് ദിവസം. അവിടെ ജാമ്യം കിട്ടത്തില്ല, വേറെ കാരണം വെച്ചാൽ ക്വാണ്ടിറ്റി അത്രയാണ്, അവിടെ കിടക്കട്ടെ, നിങ്ങൾ ആകുലപ്പെടുകയൊന്നും വേണ്ട. കാരണം അവിടെ ജയിലിനകത്ത് കുറച്ച് ദിവസം അവരുടെ കിടന്ന ചിലരും അവർ പറയും ഇവിടെ കിടന്ന് ഞാൻ നശിച്ചു പോകുന്നൊക്കെ പറയും. ചില മക്കൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളുമാണ്, നമ്മളെ അഡ്വക്കേറ്റ് സജി സാറിന് അറിയാം. നമുക്ക് ചില കുട്ടികൾ ചിലർ പെട്ടെന്ന് തന്നെ ജാമ്യം എടുക്കും. ചില കഞ്ചാവ് കേസൊക്കെ ആണെങ്കിൽ കിട്ടുന്നതാണെങ്കിൽ ജാമ്യം കിട്ടും, ചില കേസ് കിട്ടും. പക്ഷേ ആ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ കൊണ്ടുപോയിട്ടുള്ളവരുടെ കണക്കാണ് പറഞ്ഞത്. നേരെ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ കൊണ്ട് കലാപതി വാർഡ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം റൂമിൻ്റെ കുറേ ഇപ്പുറത്തെ ഒരു വാർഡാണ് കലാപതി എന്നൊരു വാർഡുണ്ട്. ആ വാർഡ് സംസ്ഥാന സർക്കാർ അതിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. 5 ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ കൗൺസിലേഴ്സ് ഉണ്ട്, അതേപോലെ സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ കൊടുക്കുന്ന 4 ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അത് ഒരു വലിയ ജയിൽ പോലത്തെ സംവിധാനമാണ്. കാരണം എല്ലാവരും ഒന്നിച്ചാണ് കിടക്കുന്നത്. ഇടിയും തുപ്പും വഴക്കും ഒക്കെ കേട്ടുകൊണ്ട് ഈ മക്കളെ നൊന്തുപെറ്റ മാതാപിതാക്കളെ വരാതെ ഇരിക്കുന്നത് കണ്ടാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും. അവിടെ വെച്ച് പച്ച തെറിയൊക്കെ വിളിച്ച് പറയും. ഒരു ടീച്ചർ ചെന്നപ്പോഴത്തേന് മുഖത്ത് നോക്കി ഉരുകയാണ്, എന്നെ മകേഷ് കണ്ട് ഉരുകിപ്പോവുക, ചുങ്കത്തറയെന്ന് വന്നേ. ഒരു മകനാണ്, 2 പെൺകുട്ടിയാണ്. നോക്ക്, ആ അഭയം കൊടുക്കേണ്ട ഒരു മകനാണ്. MDMAക്ക് അടിമപ്പെട്ട് അവസാനം ചികിത്സിച്ച് മടുത്തിട്ട് അവസാനം മാലയും വളയും എല്ലാം വിട്ടിട്ട് അവസാനം കഴിഞ്ഞിട്ട് അവസാനം നിക്കക്കളി ഇല്ലാതെ ഇവൻ്റെ ശല്യം കുറയുമെന്ന് വെച്ചിട്ട് കൊണ്ടുവന്നാണ്. ഇവൻ്റെ കൂട്ടുകാരെടുത്ത് ഇവൻ പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ അച്ഛനെ അമ്മയമ്മ കാണാൻ പറ്റില്ല, ആക്രമിക്കും. അപ്പം പറഞ്ഞു വരുന്നത്, ലഹരിക്കെതിരെ എല്ലാവരും നമ്മൾ ഇന്ന് ജാഗരൂകരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നമുക്കെല്ലാവർക്കും ഒന്നടങ്കം മുട്ടിപ്പാലം എന്ന് പറയുന്ന ദേശത്ത് ഒരുപക്ഷെ എല്ലാ മക്കളും ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്നല്ല പറഞ്ഞത്. ജാഗ്രത ഉണ്ടാവണം. ഒരുപക്ഷെ ഒരു വീട്ടിൽ അത് ലഹരിയുടെ ദുരന്തം നടന്ന് നമ്മളെ ബാധിക്കണം അല്ലേ? നമ്മളെ ബാധിക്കുമ്പോൾ എങ്ങനെ ബാധിക്കണം? നമ്മളെ വീട്ടിൽ ലഹരിയുടെ ദുരന്തം ഉണ്ടായാൽ നമ്മളെ ബാധിക്കും. ആ സമയത്തൊരു മകൻ വീട്ടിലേക്ക് ഉറയ്ക്കാത്ത കാലുകളുമായിട്ട് കയറി വന്നാൽ ഒരു അമ്മയും ഒരു അച്ഛനും തകരും. ആ അച്ഛനെയും അമ്മയും നമ്മൾ കുറ്റപ്പെടുത്തരുത് അല്ലേ? എടാ അറിഞ്ഞോ ബാബുവിൻ്റെ ഫിലിപ്പിൻ്റെ സുജാത കേട്ട് അറിഞ്ഞില്ലേ? ഓറെ പിടിച്ച് പോലീസ് പിടിച്ച് കൊണ്ടുപോയി, ആ ജയിലില്ല, പറയേണ്ട കാര്യമുണ്ടോ അല്ലേ? ഒറ്റപ്പെടുത്തരുത്. ഒരു വീട്ടിലൊരു മരണം നടന്നാൽ ഒരു സഹോദരിക്ക് ഭർത്താവ് മരിച്ച 10 ദിവസം കൊണ്ട് അവളെ സങ്കടത്തെ അതിജീവിക്കും. പ്രാർത്ഥിച്ചും വിശ്വസിച്ചും അവൾ പറയും, എൻ്റെ ഭർത്താവ് തിരികെ വരില്ല, ഞാൻ ഇനി ഈ നിത്യമായ ശൂന്യത വിശ്വസിക്കും അല്ലേ? ഒരു സഹോദരി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് അവൾ ആ സങ്കടത്തെ മാറും. എന്നാൽ ഒരു സഹോദരിക്ക് ഒരു മകനുണ്ട്, ആ സ്വപ്നം കണ്ട് പ്രതീക്ഷ കണ്ട് വളർത്തി വലുതാക്കിയൊരു മകൻ പ്രസവിച്ചു. അവനൊരു 16-17 വയസ്സിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു എന്നറിഞ്ഞാൽ, ഉമ്മ അറിഞ്ഞാൽ, ആ സഹോദരി അറിഞ്ഞാൽ 10 ദിവസമാണോ അവൾ സങ്കടം അനുഭവിക്കുന്നത്? 10 വർഷമാണോ? 30 വർഷമാണോ? അവൾ ഈ മണ്ണിൽ എത്ര കാലം ജീവിച്ചിരിപ്പതോ അത്ര കാലം അവൾ ഈ മണ്ണിൽ സങ്കടം അനുഭവിപ്പതോ സത്യ. അങ്ങനെയുള്ള അമ്മമാരെ നമ്മൾ മാറ്റി നിർത്താൻ പറ്റില്ല. ആ വീട്ടിൽ അത്ര ഉപ്പയുണ്ടാവും, ഒരച്ഛനുണ്ടാവും. ആ അച്ഛൻ ഈ വേദിയിലോട്ട് വരുമോ? മാറി അവിടെ എവിടെയെങ്കിലും പമ്മി പോയിട്ട് നോക്കും, ഇവിടെ എന്താ പരിപാടി ലഹരിൻ്റെയാണ്. ഈ നോട്ടീസ് കാണുമ്പോൾ തന്നെ മനസ്സ് വിഷമം വരും. എനിക്കൊരു മകനുണ്ട്, നാണക്കേട് ഉണ്ടാക്കി, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് പോവുക എന്നൊക്കെ നോക്കി മാറി നിന്ന് നോക്കും ഇങ്ങോട്ട്. അവിടെ എന്താ പറഞ്ഞെന്നൊക്കെ ആലോചിക്കും. ഒരു സങ്കടവും വേണ്ട കേട്ടോ. ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിൽ ഒരു മകൻ പെട്ടുപോയാൽ വീടിനെ ഒറ്റപ്പെടുത്തരുത്. നാളെ ആർക്കും സംഭവിക്കുന്ന ദുരന്തമാണ്. അതൊന്നും ഒരു അപമാനമൊന്നുമല്ല. ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിൽപ്പെട്ട കുട്ടികളെല്ലാം മോശക്കാരുമല്ല, പക്ഷേ സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. നിങ്ങളുടെ മക്കൾ ഏറ്റവും കൂടുതൽ കൂട്ടുകാരെ ഇഷ്ടപ്പെടുന്നവരും, എപ്പോഴും പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്നവരും, ഏറ്റവും കൂടുതൽ യാത്രയെ ഇഷ്ടപ്പെടുന്നവരും, ഏറ്റവും കൂടുതൽ ഫ്രണ്ട് സർക്കിളുള്ളവരും, ഏറ്റവും കൂടുതൽ സമയം ഓവാലത്തും പുറത്തു പോവുക, അവിടെ തോട്ടത്തിലൊക്കെ പോയി ഇരിക്കുന്ന മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അപകടത്തിൽ പോകാൻ സാധ്യത കൂടുതലാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മഴയുണ്ട്, കനക്കുണ്ട്.
തൽക്കാലം എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ നമ്മൾ ജാഗരൂകരാകണം. ഞാൻ ആദ്യം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, അത് ഈ കണക്ഷൻ വിട്ടുപോകുന്നൊരു പ്രശ്നം എനിക്കുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ആവേശം കൂടിയിട്ടാണെന്ന് അറിയത്തില്ല. ഈ MDMA കയ്യിൽ വെച്ച് പൊടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിങ്ങനെ മുഖത്ത് ഇങ്ങനെ പൗഡർ ഇടുന്ന പോലെയാണ് സാധനം നിങ്ങളോട് ഞാൻ പറഞ്ഞു. നോക്കണം, MDMA നമ്മളൊരു കയ്യിലെടുത്തു, ഇങ്ങനെ കയ്യിൽ. ശേഷം ഞാനിത് പൊടിച്ച് കയ്യിലിട്ടു. ഒരു കുറച്ച് സാധനം എടുത്ത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ നഖത്തിനകത്ത് വെച്ച് നന്നായിട്ട് സ്റ്റാമ്പ് ചെയ്തു. വീണ്ടും കുറച്ചെടുത്ത് നഖത്തിനകത്ത് നന്നായിട്ട് സ്റ്റാമ്പ് ചെയ്തു. 3-4 നഖത്തി വെച്ച് നന്നാക്കി വെച്ച് ഞാൻ വെച്ചിട്ട് എനിക്ക് ഈ സദസ്സിനകത്ത് വന്നിരിക്കണം, ഇതൊരു പാർട്ടിയാണ്. MDMA കുറിച്ച് വേറൊരു പേരുണ്ട്. MDMA കുറിച്ച് പാർട്ടി ഡ്രഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഏതാണ്? MDMA. കാര്യം എന്താ? 4 ആൾ കൂടുന്നിടത്ത് ആഘോഷരാവുകളും മ്യൂസിക് ഇവൻറ്റുകൾ DJ പാർട്ടികളും MDMA എന്ന് പറയപ്പെടുന്ന ഈ രാസലഹരി ഒരുവന് കൊടുക്കാൻ വിചാരിച്ചാൽ കൊടുക്കാം. അതെങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കാൻ വിചാരിച്ചാൽ സാമ്പത്തികമോ കൊടുക്കാൻ വിചാരിച്ചാൽ കൊടുക്കാം. ആ പെൺകുട്ടി കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ആ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി വെളിപ്പെടുത്തിയതാണ്. എങ്ങനെ കൊടുത്തത് വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 22 വർഷമായിട്ട് MDMAക്ക് മറ്റൊരു പേരുണ്ട്, പാർട്ടി ഡ്രഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് MDMA. മറ്റു ലഹരികളെല്ലാം ഉപയോഗിക്കണമെങ്കിൽ പല തരത്തിലുള്ള സാധന സാമഗ്രികൾ വേണം. കഞ്ചാവ് ഉപയോഗിക്കണമെങ്കിൽ അതിന് പേപ്പർ വേണം, ബീഡിയുടെ ഇത് വേണം, സിഗരറ്റിൻ്റെ കടലാസ് വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന കൊക്കോയിൻ പെപ്റ്റിനൊക്കെ വേറെ ഏതെങ്കിലും പാത്രങ്ങൾ, സ്പൂണുകളും അതിലത്തെ പൈപ്പുകളൊക്കെ വേണം. പക്ഷേ MDMA എന്ന് പറയുമ്പോൾ സാധനം നമ്മൾ കയ്യിൽ വെച്ച ക്രിസ്റ്റൽ ടേപ്പ് കല്ല് പൊടിച്ചു, നഖത്തിനകത്ത് നന്നായിട്ട് പ്രസ് ചെയ്തു, 2 നഖത്തിലും വെച്ചു. 29 ആറ്റം തന്മാത്രകൾ. ഇപ്പം ഞാൻ ഈ വേദി ഏതെങ്കിലും ചെയറിൽ വന്നിരിക്കുകയാണ്, ഒരാളെ ഞാൻ ടാർഗറ്റ് ചെയ്ത് എനിക്കിവിടെ കൊടുക്കണം. ഈ ഫംഗ്ഷനൊക്കെ നടക്കുന്നിടയിൽ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത്, ഇതേപോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ ഗ്ലാസ് എൻ്റെ കയ്യിലിട്ട് ഗ്ലാസ് എത്തിയ സമയത്ത് ഞാൻ ആ ഗ്ലാസ് കൈ പിടിച്ചിട്ട് ഗ്ലാസ്സിനകത്തേക്ക് എൻ്റെ വിരലൊന്ന് അമർത്തി വെച്ചു. 1 2 3 സെക്കൻഡിനകത്ത് വെച്ചു. ഇപ്പം ഈ വാട്ടർ ബോട്ടിൽ തന്നെ എൻ്റെ 2 പേര് വെള്ളം കുടിക്കുകയാണ്. ഫംഗ്ഷൻ കഴിഞ്ഞ് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്തു, എനിക്ക് വെള്ളത്തിനകത്ത് മദ്യം ഒഴിക്കാൻ പറ്റില്ല, രുചി മാറും, അല്ലെങ്കിൽ മറ്റുള്ള ഹെറോയിന് ഈ പറയുന്ന പെത്തഡിനോ ബ്രൗൺ ഷോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നോക്കണം, ഇതിനകത്തേക്ക് ഞാൻ എൻ്റെ കൈക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന MDMA ഞാൻ ആ വാട്ടർ ബോട്ടിൽ വാങ്ങിയില്ല, അവരെ വെള്ളം വാങ്ങി, ഇല്ല ചാവി ഒന്ന് നിലത്തോട്ടിട്ടു. ഇല്ല അവൻ കുടിക്കാൻ വന്ന സമയത്ത് പ്ലീസ് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ആ ചാവി എടുക്കാൻ കുഞ്ഞ സമയത്ത് ഞാൻ ഈ വിരലൊന്ന് വെച്ചു. ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് ഷെയ്ക്ക് ചെയ്തു. ഒരു 3 സെക്കൻഡ്, 1 2 3 സെക്കൻഡ് മതി. കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. അപ്പോൾ എൻ്റെ കൈക്കകത്തിരിക്കുന്ന എന്താ 29 തന്മാത്ര അടങ്ങിയ 3,4 മെത്തലിൻ ഡയോക്സി മത്താംഫിറ്റം എന്നറിയപ്പെടുന്ന 17 ഡിഗ്രി ശൈത്യമുള്ള മുകളിലോട്ട് ചെന്ന മെൽട്ടാകുന്ന ക്രിസ്റ്റൽ ടൈപ്പുള്ള MDMA പൗഡർ പേസ്റ്റ് രൂപത്തിൽ പൊടിച്ച് ഞാൻ നഖത്തിനകത്തേക്ക് സേഫായിട്ട് സ്റ്റാമ്പ് പ്രഷർ ചെയ്തിട്ട് അവിടെ വെച്ചു. 29 തന്മാത്രയുണ്ട്. നോക്കണം, 14 ഹൈഡ്രജൻ, 11 നൈട്രജൻ, കാർബൺ, 2 നൈട്രജൻ, 1 ഓക്സിജൻ, 29 തന്മാത്രകൾ, ആറ്റംസ്. ഇനി ഇതെന്താ? 2 ഹൈഡ്രജൻ പ്ലസ് 1 ഓക്സിജൻ = H2O, വാട്ടർ, വെള്ളം. അപ്പോൾ ഈ സാധനം വാങ്ങി നിറം മാറിയിട്ടില്ല, അവൻ കുടിച്ചു. ആ കുടിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ കുടിച്ചു കഴിഞ്ഞാൽ ആടുവോ? ഇല്ലല്ലോ. അസഭ്യം പറയുമോ? ഇല്ലല്ലോ. ഈ സാധനം ശരീരത്തിലുണ്ടാക്കിയ പ്രവർത്തനം എന്താ? MDMA ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള രീതി മൊബൈലിനകത്ത് പൊടിച്ച് മൊബൈലിൻ്റെ സ്ക്രീനിലിട്ടിട്ട് ലൈനാക്കിയിട്ട് അങ്ങനെയൊക്കെ വലിക്കുന്ന ഇൻഹേൽ ചെയ്യുക, നോട്ട് ഉപയോഗിച്ച് ഇൻഹേൽ ചെയ്യുക, പല രീതിയിൽ ഇൻഹേൽ ചെയ്യാം. ഈ സാധനം മൊബൈൽ പൊടിച്ച് മൊബൈലിൻ്റെ സ്ക്രീനിൽ മുകളിൽ വെച്ചു. മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഈ സാധനം ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തി മുട്ടുസൂചി കൊണ്ട്. എന്നിട്ട് പതുക്കെ ഞാൻ മുട്ടുസൂചി ഇങ്ങനെ എടുത്തിട്ട് മുട്ടുസൂചിയുടെ അഗ്രഭാഗത്ത് എത്രമാത്രം ഈ MDMAയുടെ പദാർത്ഥ തന്മാത്രകളുണ്ട്. ആ തന്മാത്ര മതി ഒരു ചായ പോലും കുടിക്കാത്ത നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് അകത്തേക്ക് ചെന്ന നമ്മുടെ ബ്രെയിൻ 3000 6000 അഡിക്ഷൻ ലെവൽ കാണിക്കുന്ന ഈ MDMAയുടെ പദാർത്ഥം നമ്മുടെ ബ്രെയിനകത്ത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാൻ മതി. നോക്കണം, ഒരു മുട്ടുസൂചിയുടെ അഗ്രത്തിൽ എത്രയുണ്ടോ അതൊരു X25 ക്യാമറ കൊണ്ട് സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് നോക്കണം, എത്ര കാണാൻ പറ്റും. അത് മതി നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാൻ. അപ്പോൾ ആ മുട്ടുസൂചിയുടെ അഗ്രത്തുള്ളതിൻ്റെ 1000 മടങ്ങ് നിങ്ങൾക്ക് ഇത് അകത്തിനകത്ത് വെക്കാൻ പറ്റും. അതിന് 1000 മടങ്ങ് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇതാർക്കാ കൊടുക്കുന്നത്? സാധാരണ ഒരു പെൺകുട്ടി, നിഷ്കള പെൺകുട്ടി, ഒരു ചായയും സോഡയും പോലും കുടിക്കാത്ത, ഒരു ലഹരിയും ഉപയോഗിക്കാത്ത. ഇതിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എന്താ ഇപ്പോൾ താനൂർ കസ്റ്റഡി വരത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, താനൂർ കസ്റ്റഡി വരണം അല്ലേ? 2023 ഒക്ടോബർ 31 കേരളത്തിൻ്റെ പോലീസ് സ്റ്റേഷനുകൾ നിശ്ചലമായി പോയി.
വാദപ്രതിവാദങ്ങൾ നടന്നു. തികഞ്ഞ ഒറ്റയായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കുത്തുവാക്കുകളും എല്ലാം നടന്നു കേരളത്തിലും. എന്തുമായിക്കോട്ടെ, രണ്ടാം പ്രതി ആരോപിക്കപ്പെടുന്ന ആ മിടുക്കനായ പോലീസ് ഓഫീസർ വീട്ടിൽ ഞാൻ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, 3050 വേദികൾ ഫിലിപ്പമ്പാട് സംസാരിക്കുന്നില്ലേ ലഹരിക്കെതിരെ. എൻ്റെ മകൻ തൂത്തുക്കുടി രാമേശ്വരത്തൊക്കെ പോയി വേഷം മാറി ഡീഴ്ചയ്ക്ക് ജില്ലാ പോലീസിനെ ഡാൻസ് ആപ്പ് ടീമിനകത്ത് കൈലിമുണ്ടെടുത്ത് താടി വെച്ച് പട്ടി തിന്നുന്നവരെ നിന്ന് പന്നി കിടക്കുന്ന പോലെ കിടന്ന് രാജാവിൻ്റെ പ്രൗഢികൾ അശോസംഭവം തലയെ വെച്ച് എൻ്റെ മകൻ ഈ ബത്തക്ക് കയറിട്ട് വരുന്ന വണ്ടിക്കകത്തൊക്കെ ഈ മലപ്പുറം ജില്ല കാക്കാൻ വേണ്ടിയിട്ട് വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് വരുന്ന വഴിക്ക് 150-200 കിലോ കഞ്ചാവ് പിടികൂടി അവന് ബാഡ്ജ് ഓഫ് ഓണർ മുഖ്യമന്ത്രി അവാർഡും വാങ്ങി. എൻ്റെ കുഞ്ഞ് ഒരു ബീഡി പോലും വലിക്കാത്ത, അവന് ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, ഒരാളെ പോലും നോവിക്കാത്ത എൻ്റെ കുഞ്ഞെന്ന് അവിടെ കിടക്കുക, ജയിലിനകത്ത് കിടക്കുക. പ്രതിയായി ആരോപിക്കപ്പെട്ട് മെയ് 5-ാം തീയതി CBI അറസ്റ്റ് ചെയ്ത 4 പേരിൽ ഒരുവൻ എൻ്റെ മകൻ ഫിലിപ്പ് സാറേ. മാധ്യമ വിചാരണ, ആ മാധ്യമങ്ങളൊക്കെ തെരുവിലിറങ്ങി റേറ്റിംഗ് കൂട്ടാനായിട്ട്. ആ മാധ്യമ പ്രവർത്തകന്റെ ഏതെങ്കിലും ഒരു മകന്റെ പോക്കറ്റിനകത്ത് 1 പൊതി MDMA, താമർ ജിബ്രി എന്ന് പറയുന്ന 12 നർക്കോട്ടിക് കേസിൽ പ്രതിയായി ഹർബത്തിൽ ചികിത്സ നേടിയ 36 വയസ്സുകാരെ, കുടുംബമില്ലാത്ത മതമില്ലാത്തവനെ അറസ്റ്റ് ചെയ്തു. സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. എന്നവരെ പിടിച്ച് ഉമ്മ വയ്ക്കുവോ? നിങ്ങളെ മകന് ഒരു MDMA ഒരുത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മ വയ്ക്കുവോ? അവന് സ്വീകരണം കൊടുക്കുമോ വേദിക്ക് എത്തിയിട്ട്? നിയമം കയ്യിലെടുക്കാനൊക്കെ അവകാശമൊന്നുമില്ല. പക്ഷേ സംഭവിച്ചു. അത് രാഷ്ട്രീയ സംവിധാനമൊന്നുമല്ല, അത് ഇവിടുത്തെ പല രീതിയിലുള്ള അതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അങ്ങനെ പോലീസ് സംബന്ധം എല്ലാം പോട്ടെ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. കാരണം ഞാനും പെൻഷൻ വാങ്ങാൻ തുടങ്ങിയ ഒരാളാണ്. കഴിഞ്ഞ മാസം, അടുത്ത മാസം എനിക്ക് പെൻഷൻ കിട്ടുള്ളൂ കേട്ടോ. എനിക്കും നിയമങ്ങളൊക്കെ ഉണ്ട്. അത് അണ്ടർ രജിസ്ട്രേഷൻ വിധി പറഞ്ഞിട്ടൊന്നുമില്ല, അവിടെ നിൽക്കട്ടെ.